ഹലോ, ഇന്ന് പുറത്തൊക്കെ പോയി വന്നപ്പോഴേക്കും സമയം കുറേ ലേറ്റായി. കൺമണീനെ പിക്ക് ചെയ്ത് 1:15 കേട്ടോ ഞാൻ വീട്ടിലെത്തിയത്. കുക്കിംഗ് ഒന്നും തന്നെ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. നാടൻ ഫുഡ് കഴിക്കണമെന്ന് കേട്ടോ എനിക്കാഗ്രഹം. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ മട്ടേരി കഴുകി കുക്കറിലിട്ടു, പുളിശ്ശേരി വെച്ചു, കോവയ്ക്ക മെഴുക്ക് വരട്ടി, പിന്നെ ഒരു പപ്പടം കൂടെ കാച്ചിട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ സംഭവം പൊളിച്ചേനെ. ഫിഷ് ഫ്രൈ ഇല്ലെങ്കിൽ ഒരു ഫിഷ് പിക്കിളെങ്കിലും മതിയായിരുന്നു അല്ലേ. ഈ ഫിഷ് പിക്കിൾ എന്ന് പറഞ്ഞൊരു ഐറ്റം ഞാൻ മുന്നേ ഒരിക്കലും കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് എൻ്റെ കോളേജിൽ വെച്ചിട്ടാണ്. എൻ്റെ കോളേജിൽ നമ്മുടെ കേരളത്തിൻ്റെ തെക്കേ ഭാഗത്തുള്ള ജില്ലക്കാരൊക്കെ കൊണ്ടുവരുന്നൊരു മെയിൻ ഐറ്റമായിരുന്നു ചട്നിപ്പൊടിയും അതുപോലെ തന്നെ മീനച്ചാറും. എനിക്ക് വേണ്ടിയിട്ട് അവർ സ്പെഷ്യൽ ബോട്ടിൽസൊക്കെ കൊണ്ടു തരാറുണ്ട് കേട്ടോ. കാരണം ഞാനിതിൻ്റെ വലിയൊരു ഫാനാണ്. ഇപ്പോൾ ഇതിൻ്റെ റെസിപ്പി പഠിച്ച് ഞാനും അമ്മയൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ ബോട്ടിൽ എന്നെ തേടി അങ്ങ് ആലപ്പുഴയിൽ നിന്ന് വന്നതാണ് കേട്ടോ. രസ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഫിഷ് പിക്കിളാണ്. ഇവർക്ക് ഫിഷ് പിക്കിൾ മാത്രമല്ല, മാങ്ങ, ചെറുനാരങ്ങ, നെല്ലിക്ക എല്ലാ പിക്കിൾസും ഉണ്ട് കേട്ടോ ഇവരുടെ പേജിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പിക്കിൾ ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാനിവിടെ താഴെ കൊടുക്കുന്നതായിരിക്കും. കണ്ടോ, എൻ്റെ ബോട്ടിൽ കാലിയാവാനായിട്ടോ. ഇനി വേണം എനിക്കും വിളിച്ച് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ പോലെയുള്ള ഫിഷ് പിക്കിൾ ലവേഴ്സൊക്കെ ഇതാ ഇവിടെ താഴെ കമൻറ്റിൽ ചോദിച്ചോളൂ. അവർ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്.